ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 5.5 ആണ്. അപ്പോൾ അതിനകത്തെ 11ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. അപ്പോൾ പ്ലസ് ടു മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ എക്സസൈസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. 12 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ദി ഫംഗ്ഷൻസ് ഗിവൺ ഇൻ എക്സസൈസ് 12 to 15. അപ്പോൾ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് വൈ തന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് എക്സിലുള്ള ഫങ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, അതായത് പ്രോഡക്റ്റായിട്ടും പവറിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് നമ്മളെന്താണ് വൈ ആയി എടുത്തിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടു. വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് വൈ ആയി എടുത്തിട്ട് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവുകളുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫങ്ഷൻ തന്നിട്ടുണ്ട്, വൈയും കൂടിയുള്ള ഫങ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് കാണും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് ടു ദ പവർ വൈ പ്ലസ് വൈ ടു ദ പവർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. എക്സ് ടു ദ പവർ വൈ പ്ലസ് വൈ ടു ദ പവർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. സോ നമുക്കെന്താണ് ഇവിടെ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കെന്താണ് രണ്ട് സൈഡിലും ലോഗ് എടുക്കാം. അപ്പോൾ ടേക്കിംഗ് logarithm on both sides, we get log x to the power y plus log y to the power x is equal to log 1. അപ്പോൾ log x to the power y നെ നമുക്ക് y into log x പ്ലസ് ഇവിടെ log y raised to x നെ നമുക്ക് x into log y is equal to എന്തെന്ന് എഴുതാം, log 1 എന്ന് എഴുതാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. അപ്പോൾ നമുക്കെന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ രണ്ട് ഫങ്ഷൻസ് എടുക്കുന്നുണ്ട്, വൈ എടുക്കുന്നുണ്ട്, എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, വൈ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് എന്താണ് അടുത്തത് ലോഗ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് വൈയുടെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഇസ് ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു അല്ല, ഇവിടെ എന്താണ് ഒരാളും കൂടി കിടക്കുന്നുണ്ട്, പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു ഇനി ലോഗ് വൈ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/y ഇൻറ്റു എന്തും കൂടി വരും, ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൂടി വരും. പ്ലസ് എന്താണ് അടുത്തത് ലോഗ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതെന്താ വരിക, അത് 1 എന്ന് വരും. ഇസ് ഈക്വൽ ടു ഈ ലോഗ് 1 എന്താ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ട്, അതായത് ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ രണ്ട് ടേമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വൈ ബൈ എക്സ് പ്ലസ് എന്താണ് ഡി വൈ ബൈ ഡി എക്സ്, അതിന് ഞാൻ പുറത്തെടുക്കുകയാണ്, ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ഇവിടെ ആരാ വരിക, എക്സ് ബൈ വൈ, ദെൻ ഈ രണ്ട് ടേം പോയി, പ്ലസ് എന്ത് വരും, ലോഗ് വൈ എന്ന് വരും, ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഗ് വൈയും വൈ ബൈ എക്സും അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഈ ഫംഗ്ഷൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, മൈനസ് ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ് എന്ന് എഴുതാം. മൈനസിനെ പുറത്തെടുത്തിട്ട് കോമൺ ആയിട്ട് പ്ലസ് ഇട്ട് എഴുതാം. ദെൻ എന്താണ് ഇതിന് ഇനി ഇവിടെ എന്താണ് ഈ ലോഗ് എക്സ് പ്ലസ് എക്സ് ബൈ വൈ എന്ന് വരും. അതിന് നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതാം. അപ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് വൈ പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് എക്സ് ബൈ വൈ എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് y ടു ദ പവർ x ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ y എന്നാണ്. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താണ് i ഇസ് ഈക്വൽ ടു ഒരു 1 എന്നില്ല, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ എക്സ് ടു ദ പവർ y ഇസ് ഈക്വൽ ടു y ടു ദ പവർ x എന്നാണ്. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് log x ടു ദ പവർ y പ്ലസ് അല്ല ഇസ് ഈക്വൽ ടു log y ടു ദ പവർ x ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം x y ഇൻറ്റു log x ഇസ് ഈക്വൽ ടു x ഇൻറ്റു log y എന്ന് എഴുതാം. അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണേണ്ടത്, ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് എന്താ വരും 1/x വരും, പ്ലസ് അടുത്തത് എന്താണ് log എക്സിനെ കോൺസ്റ്റൻ്റായി നിർത്തിയിട്ട് വൈനെ ഡെറിവേറ്റീവ് വേണം. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 വരും ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടി വരും ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് 1/y വരും ഇൻറ്റു പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടി വരും, പ്ലസ് എന്താണ് ഇനി ലോഗ് വൈനെ അങ്ങനെ നിർത്താം, ലോഗ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 എന്ന് വരും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് വന്നിട്ടുണ്ട്, ഇപ്പുറത്തും ഡി വൈ ബൈ ഡി എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം, ഇല്ലാത്ത ടേംസിനൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. ഞാൻ എന്താണ് ഈ ലോഗ് വൈനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഇവിടെ എക്സ് ബൈ വൈ മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഒന്നുമില്ല, ഈ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇല്ലാത്ത ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ മൈനസ് ലോഗ് എക്സ് എന്ന് എഴുതാം. ഇതാണ് എന്ത് ഡി വൈ ബൈ ഡി എക്സ് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ കോസ് എക്സ് ടു ദ പവർ വൈ ഈസ് ഈക്വൽ ടു കോസ് വൈ ടു ദ പവർ എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താണ് കോസ് എക്സ് ടു ദ പവർ വൈ ഇസ് ഈക്വൽ ടു കോസ് വൈ ടു ദ പവർ എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്താണ് ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് log cos x to the power y is equal to log cos y to the power x. അപ്പോൾ എന്ത് വരും, y ഇൻറ്റു log cos x is equal to x ഇൻറ്റു log cos y എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം രണ്ട് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും, നമുക്ക് y ഇൻറ്റു ലോഗ് മീൻസ് ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 1/cos x, പിന്നെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇതിനപ്പോൾ തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം, മൈനസ് ടാൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ മൈനസ് മുന്നിൽ എഴുതുക, എന്നിട്ട് എന്താണ് ടാൻ എക്സ് എന്ന് എഴുതുക, പ്ലസ് എന്തുകൂടി വരും ലോഗ് കോസ് എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താം, ലോഗ് കോസ് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും ഇൻറ്റു എന്ത് വരും ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും ഈസ് ഈക്വൽ ടു ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എന്ത് വരും ഇതിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും 1/cos y എന്ന് വരും. പിന്നെ ഇനി കോസ് വൈയുടെ ഡെറിവേറ്റീവ് ആരാണ് മൈനസ് സൈൻ വൈ എന്ന് വരും. ദെൻ വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ട് ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടി വരും. അപ്പോൾ ഇവിടെ എന്ത് വരും മൈനസ് എക്സ് ടാൻ വൈ എന്ന് വരും, മൈനസ് ഓഫ് എക്സ് ഇൻറ്റു ടാൻ വൈ എന്ന് വരും ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. പ്ലസ് ഇനി എന്താ വരിക, ഇനി ലോഗ് കോസ് വൈനെ കോൺസ്റ്റൻ്റ് ആയി നിർത്തിയിട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും 1 എന്ന് വരും. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എവിടെ രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം അതായത് ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്, ഒരു മൈനസ് വൈ ടാൻ എക്സ് കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു ലോഗ് കോസ് വൈ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്നിച്ചെഴുതാം, ഈ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ആൾക്കാരനെ ഒന്നിച്ചെഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു
എന്താണ് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് തന്നെ എന്താണ് ഈ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എന്താ വരിക? ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് വരിക? ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ആരാ വരിക? ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സെറ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ എക്സ് മൈനസ് വൈ എന്നാണ് വന്നിട്ടുള്ളത്. എന്നാണ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ ടു ദ പവർ എക്സ് മൈനസ് വൈ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Taking logarithm on both sides, we get log of xy is equal to log of e to the power x minus y. എന്ത് വരും? ഇത് log a ഇൻറ്റു ബി ആണ്. അപ്പോൾ log a പ്ലസ് log b അല്ല, log x പ്ലസ് log y is equal to ഈ സാധനം എന്താവും? e to the power x മൈനസ് വൈ അല്ലേ കിടക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു ലോഗ് ഇ എന്ന് വരും. അപ്പോൾ ലോഗ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ അത് ക്യാൻസലായിപ്പോയി. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഈസിക്കൽ ടു എക്സ് മൈനസ് വൈ എന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. ഈ ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ വരിക? 1 ബൈ എക്സ് വരും. പ്ലസ് അടുത്തത് ലോഗ് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ വൈ വരും. ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. മൈനസ് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ദെൻ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ ഒരു 1 കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ? ഒരു 1 ബൈ എക്സ് കിടക്കുന്നുണ്ട്. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമുകൾ. അപ്പോൾ നമുക്ക് എന്താണ്? ആ 1നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1 ബൈ എക്സ് മൈനസ് 1 ബൈ മീൻസ് 1 ബൈ എക്സ് മൈനസ് 1 വരും. ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 1 ഡി വൈ ബൈ ഡി എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനത്തിന് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു നമുക്ക് എന്താണ്? ഇവിടെ ഒരു -1 കിടക്കുന്നത്. അപ്പോൾ -1 ബൈ എന്ന് വരും. അപ്പോൾ ഈ മൈനസിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെഴുതാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ നമുക്ക് എന്താണ്? ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരിക? 1 അതായത് ഇതിനെന്താണ് തിരിച്ചെഴുതിയാൽ മതി. 1 മൈനസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? അപ്പോൾ ഈ മൈനസ് ക്യാൻസലായി പോവും. 1 പ്ലസ് 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. നമുക്ക് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ എക്സ് 1 ബൈ 1 പ്ലസ് 1 ബൈ വൈ എന്ന് വരും. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് മൈനസ് 1 ബൈ എക്സും ബൈ വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ എന്ന് എഴുതാം. ഇതിനെ മേലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇവിടെ വൈ വരും, ഇവിടെ വൈ പ്ലസ് 1 വരും. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ അടുത്തത് എന്താണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 പ്ലസ് 1 പ്ലസ് എക്സ് ടു ദ പവർ 8 ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടി നോക്കാം. അപ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് എക്സിൽ എന്താണ്? ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് കാണണം. അതായത് ഈ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സും കാണണം. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹെൻസ് ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് 1. അതായത് എക്സിലെ ഡെറിവേറ്റീവ് കണ്ടിട്ട് 1 എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ എന്താണെന്നും കൂടി കാണണം. അപ്പോൾ നമുക്ക് ഇതെന്താണ് ചെയ്ത് നോക്കാം.
അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഇത് എക്സ് ടു ദ പവർ 8 തന്നെ ആവുമെന്ന് വിചാരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഉണ്ട്. സോറി, എന്തെന്നാണ്? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്ന് വന്നിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 8 ആണ്. അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് നമുക്ക് എന്താണ് ഒരു സിംഗിൾ പോളിനോമിയൽ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണ് ഈ എഫ് ഓഫ് എക്സിനെ ഞാൻ വൈ ആണ് എടുക്കുകയാണ്. വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്നാണ്. സോ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ലോഗ് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്ന് വരും. ദെൻ ലോഗ് എ ഇൻറ്റു ബി സി ഡി 4 ഫങ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന് രണ്ടിനെ ഒന്നായിട്ടും ഇതിന് രണ്ടിനെ ഒരെണ്ണമായിട്ടും എടുക്കുക. അപ്പോൾ ലോഗ് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു എന്തെന്നാണ് 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ലോഗ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഇവിടെ ലോഗ് എ ലോഗ് ബി മീൻസ് ലോഗ് എ ഇൻറ്റു ബി ഉണ്ട്. അപ്പോൾ ലോഗ് എ പ്ലസ് ബി, അതായത് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പോൾ ലോഗ് 1 പ്ലസ് എക്സ് പ്ലസ് ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് എന്താണ്? ലോഗ് 1 പ്ലസ് എക്സ് ടു ദ പവർ 4 പ്ലസ് ലോഗ് 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്ന് എഴുതാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 1 ബൈ, അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് 1 പ്ലസ് എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ 1 പ്ലസ് എക്സ് പ്ലസ് ഇനി ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് എന്ത് വരും? 1 ബൈ 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 4x ക്യൂബ് വരും പ്ലസ് എന്ത് വരും? 1 ബൈ 1 പ്ലസ് എക്സ് ടു ദ പവർ 8 ഇൻറ്റു എന്ത് വരും? 8x ടു ദ പവർ 7 എന്ന് വരും. ദെൻ നമ്മൾ എന്താണ് മുൻപുള്ള ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തതുപോലെ നമുക്ക് എന്താണ് വൈ ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒന്നും കൂടി എഴുതാം. ഇസ് ഈക്വൽ എന്ത് വരും? വൈ ഇൻറ്റു വൈ എന്തായിരുന്നു? നമ്മുടെ എഫ് ഓഫ് എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്നായിരുന്നു. ഇൻറ്റു നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഞാനിപ്പോൾ എന്താണ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതെന്താണ് ഇത് രണ്ടാമത് എഴുതുന്നില്ല, ഇത് ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് എക്സ് ടു ദ പവർ 8 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് പ്ലസ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ക്യൂബ് ബൈ 1 പ്ലസ് എക്സ് ടു ദ പവർ 4 പ്ലസ് 8x ടു ദ പവർ 7 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ടു ദ പവർ 8 എന്നാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടിയിട്ടുള്ളത്. സോ ഇനി എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് 1 കാണണം. എന്ത് ചെയ്താൽ മതി? ആ എക്സ് ഉള്ളിടത്തൊക്കെ 1 പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് 1 സ്ഥലമില്ലാത്തതുകൊണ്ട് എന്താണ് ആദ്യം പുതിയ എഴുതുന്നില്ല, ഇതിനകത്ത് തന്നെ ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ എക്സ് ഉള്ളിടത്തൊക്കെ എന്ത് കൊടുത്താൽ മതി? 1 കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലത്ത് 1 കൊടുത്തു. ആദ്യം ഈ ഒരു സാധനം ചെയ്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് 2 2 2 2. അപ്പോൾ എന്താണ് 4 തവണ 2 വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടു ദ പവർ എത്ര വരും? 4 എന്ന് വരും. അത് എത്രയാണ്? 16 എന്ന് വരും. ഇവിടെ 16 ഇൻറ്റു ഇനി എന്താണ്? ഇനി അതിന് ഈ താഴെയുള്ളതിനകത്തും നമുക്ക് എന്താണ് 1 കൊടുക്കാം. എക്സിനൊക്കെ 1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ഫസ്റ്റ് ടേം എന്താവും? 1/2 ആവും.
പ്ലസ് അടുത്തതിനകത്ത് ഇവിടെ എക്സിന് 1 കൊടുത്തു. അപ്പോൾ എന്താ വരിക? ഇവിടെ 2 വന്നു. ഇവിടെ എന്താണ്? ഇവിടെ എക്സിന് 1 കൊടുത്താൽ 2 വരും. അപ്പോൾ 2/2 എത്ര വരും? 1 ആവും. അപ്പോൾ എന്തായി? 1/2 + 1 ആയി. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ x⁴ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 എന്ന് വരും. 4 ഇവിടെ എന്താ? ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 4 എന്ന് വരും. അപ്പോൾ 4/2 എത്ര വരും? നമുക്ക് 2 എന്ന് കിട്ടും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താവും? അത് 8 തന്നെയാവും. അത് ÷ x⁴ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് 1 ആവും. അപ്പോൾ എന്താണ്? 8/2 എത്ര വരും? 4 എന്ന് വരും. +4 ആയി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 and 4 അപ്പോൾ എത്ര വരിക? 3 7 എന്ന് വരും അല്ലേ? 7. അപ്പോൾ 1/2 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 14 + 1/2 = 15/2 എന്ന് വരും. അപ്പോൾ 16 × എത്രയാണ് പറഞ്ഞ്? 1/2 + 7 അല്ലേ? അപ്പോൾ എത്ര വന്ന്? 14 + 1 അപ്പോൾ 15/2 എന്നാണ് വന്നത്. 15/2 എന്ന് വന്നു. അപ്പോൾ ഈ 2 ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8 വരും. അപ്പോൾ 8 × 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 + 40 എത്രയാണ്? 120 എന്ന് വരും. അപ്പോൾ എന്താണ്? f'(1) വരുന്നത് 120 എന്നാണ്. അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? ഡിഫറൻഷിയേറ്റ് x² - 5x + 8 into x³ + 7x + 9 in 3 ways mentioned below by using product rule, by expanding the product to obtain a single polynomial by logarithmic differentiation. അപ്പോൾ എന്താണ്? നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും എന്താണ്? ഇതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? സിംഗിൾ പോളിനോമിയലാക്കി മാറ്റിയിട്ട് അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒറ്റ പോളിനോമിയലാക്കി മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഒരു പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് പോലെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. പകരമാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ലോഗരിതം യൂസ് ചെയ്തിരുന്നത്. മീൻസ് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുവരുന്നത്. ഇവിടെ പറഞ്ഞിട്ട് എന്താണ്? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് കാണണം. അതേപോലെ തന്നെ ഇതിനെന്താണ്? സിംഗിൾ പോളിനോമിയലാക്കിയിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ടും ആൻസർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? ഓൾ ഗീവ് ദ സെയിം ആൻസർ എന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എന്താ പറയുന്നത്? 3 തരത്തിലും ചെയ്ത ഒരു ആൻസർ തന്നെ കിട്ടുകയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് x² - 5x + ആരാണ്? 8 ആണ്. പിന്നെന്താണ്? x³ പിന്നെന്താ? x³ 7x + 9 ആണ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ u ആയിട്ടും ഇതിനെ v ആയിട്ടും കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്താണ്? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x² - 5x + 8 ആണ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3x² - 7 ആണ്. പ്ലസ് ഇനി എന്താണ്? ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് x³ - 7x + 9 ഇൻറ്റു ആരാണ്? 2x - 5 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ്? സെയിം ആൻസർ ആണോ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെന്താണ്? എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ 3x², 3x². അപ്പോൾ 3x⁴. പിന്നെന്താണ്? മൈനസ് എത്രയാണ്? ആദ്യം എന്താണ്? അതായത് -15x³ പ്ലസ് എത്രയാണ്? 24x² - 7x². പിന്നെ എത്രയാണ്? പ്ലസ് 7 അല്ല 35x മൈനസ് എത്രയാണ്? 56. പിന്നെന്ത് വരും? പ്ലസ് എന്താണ്? 2x⁴. പിന്നെ മൈനസ് എത്രയാണ്? 14x². പിന്നെ എത്രയാണ്? 18x മൈനസ് എത്രയാണ്? 5x³ പ്ലസ് 35x. പിന്നെ എത്രയാ? -45. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് എന്താണ്? ഇതെന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ x⁴ അത്ര ഉണ്ട് 2 ടേം. അതൊക്കെ എത്രയാണ്? 5x⁴ ആണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂബ് ആകുമ്പോൾ ഇവിടെ നോക്കും, ഇവിടെ ഒരു ക്യൂബ് കിടക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ക്യൂബ് കിടക്കുന്നുണ്ട്. അപ്പോൾ മൈനസ്
ആരാണ് 20x, അതായത് 15x³ -5x³ -20x³. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെയും ഒരു x² കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 24 - 21. എന്തായാലും അങ്ങനെയല്ല വരുന്നത്, ഈ സ്ക്വയറിൻ്റെ ടേംസ് വരുന്നത് അങ്ങനെയല്ല. അപ്പോൾ അത് നമുക്കൊന്നും കൂടി നോക്കണം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 35 വരുന്നുണ്ട്, ഇവിടെ ഒരു 18 വരുന്നുണ്ട്, ഇവിടെ ഒരു 35x കൂടി വരുന്നുണ്ട്. അതും തെറ്റായിട്ടാണ് വരുന്നത്. നമുക്കെന്താണ് അതൊന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളോട് എന്താണ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കെന്താണ് x² - 5x + 8 ആണ്. ദെൻ x³ + 7x + 9 ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ x² - 5x + 8 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 3x² പ്ലസ് എന്താണ് 7 ആണ് വരുന്നത്. പ്ലസ് എന്ത് വരും x³ + 7x, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് 9 ഇൻറ്റു ആരാണ് വരുന്നത് ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x - 5 എന്നാണ് വരുന്നത്. ഇപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാം. ഇവിടെ എന്ത് വരും 3x⁴ എന്ന് വരും, മൈനസ് ഇത് എത്ര വരിക 15x³ എന്ന് വരും, പ്ലസ് എത്ര വരും 24x² എന്ന് വരും. പിന്നെ ഈ 3x² നമുക്ക് ആവശ്യമില്ല. പ്ലസ് 7x² മൈനസ് 35x പ്ലസ് ഇതെത്ര വരിക 46 അല്ലേ വരിക. അപ്പോൾ ഇതും കഴിഞ്ഞു. നമുക്കെന്താണ് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താണ് 3x⁴ മൈനസ് ഇവിടെ ക്യൂബിൻ്റെ ഒരൊറ്റ ടേമേ ഉള്ളൂ, അപ്പോൾ -15x³. ഇവിടെ സ്ക്വയറിൻ്റെ 2 ടേം ഉണ്ട്, അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ 24 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് 31x² ആണ്, -35x ആണ്, പ്ലസ് 56 ആണ്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × x³ അതായത് 2x × x³ 2x⁴ എത്ര വരും 4 പ്ലസ് എത്ര വരിക 14x² വരും, പ്ലസ് എത്രയാണ് 18x വരും. പിന്നെന്താണ് -5x³ വരും, -35x വരും. പിന്നെന്താ വരിക ഇതെത്ര -45. അപ്പോൾ നമുക്കിത് എന്താണ് ഇതും കൂടി കഴിഞ്ഞു. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 2x⁴ ഉണ്ട്, പിന്നെ എന്താണുള്ളത് മൈനസ് ഒരു 5x³ ഉണ്ട്, പിന്നെ പ്ലസ് ഒരു 14x² ഉണ്ട്, പിന്നെ ഒരു -35ഉം പ്ലസ് ഒരു 18 ഉണ്ട്. അത് എത്ര വരിക -17 എന്നല്ലേ വരിക. അപ്പോൾ എന്താണ് -17x ആണുള്ളത്, പ്ലസ് എന്താണ് ഒരു 45 ഉണ്ട്, പ്ലസ് അല്ല എന്താണ് -45 അല്ലേ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും ഇവിടെ x⁴ 2 ടേം, അപ്പോൾ 5x⁴ ആണുള്ളത്. ദെൻ x³ എന്ന് പറയുമ്പോൾ ആരാണ് -20x³ വരും. അപ്പോൾ ഇതും പോയി ഇതും പോയി ഇതും പോയി ഇതും പോയി. എന്താണ് 14x² 31x² ഉണ്ട്. അപ്പോൾ എത്ര വരിക 31 + 14 എത്ര വരിക 45x² വരും. അപ്പോൾ ഇതും പോയി. ഇനി -17ഉം -35ഉം കൂടി കൂട്ടിയാൽ എത്ര വരിക -52x വരും. പിന്നെ 56 - 45 ചെയ്ത് കഴിഞ്ഞാൽ 11 എന്ന് വരും, പ്ലസ് 11 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് 5x⁴ -20x⁴ പ്ലസ് 45x⁴ -52x പ്ലസ് 11 എന്നാണ് വന്നിട്ടുള്ളത് ആൻസർ ആയിട്ട്. അപ്പോൾ നമുക്കെന്താണ് അപ്പോൾ അടുത്ത അതായത് ഇതിപ്പോൾ എന്താ
പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണ്, ബൈ എക്സ്പാൻഡിങ് ദ പ്രോഡക്റ്റ് ടു ഒബ്റ്റെയിൻ എ സിംഗിൾ പോളിനോമിയൽ. അപ്പോൾ എന്താണ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു സിംഗിൾ പോളിനോമിയൽ ആക്കിയിട്ട് പ്രോഡക്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്യാം. അതിന് പകരമാണ് എന്ത്, നമ്മൾ ലോഗരിതമായിട്ട് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്ത്, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ലോഗരിതം ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ ചെയ്തതുപോലെ എക്സ്പോണൻഷ്യൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുക്കുക. x² - 5x + 8 ഇൻറ്റു x³ + 7x + 9. ഇനി ഇതെന്ത്, ആദ്യം എക്സ്പാൻഡ് ചെയ്ത് സിംഗിൾ പോളിനോമിയലാക്കി മാറ്റണം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, x⁵ - 5 5x⁴ + 8x³ + 7x³ - 35x² പ്ലസ് എത്ര വരും, 56x + 9x² - 45x + 72 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ x⁵ 5 കിടക്കുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഇനി 5 × x⁴ 4 കിടക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ x⁴ 4ൻ്റെ വേറെ ടേംസ് ഒന്നുമില്ല, അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതുക, അത് ക്യാൻസൽ ചെയ്യുക. ദെൻ ക്യൂബിൻ്റെ 2 ടേം ഉണ്ട്, ഇത് എത്ര എണ്ണമാണ്, 15 x⁴ 3 വരും, അപ്പോൾ 15x³. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താണ്, -35x² ഉണ്ട് പ്ലസ് 9x² ഉണ്ട്. അപ്പോൾ എത്ര വരിക, അപ്പോൾ എന്താണ്, -26x² എന്ന് വരും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 56x -45x ഉണ്ട്, അപ്പോൾ എന്ത് വരും, +11x + 72 എന്ന് വരും. ഇതാണ് നമ്മുടെ ആ ഒരു പോളിനോമിയലിൻ്റെ, അതായത് ആ രണ്ട് പോളിനോമിയലിൻ്റെയും പ്രോഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് വരുന്നത് ഇതാണ്. ഇനി നമുക്ക് എന്താണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് x⁴ 5ൻ്റെ ഡെറിവേറ്റീവ് 5x⁴ മൈനസ് 5x⁴ ഡെറിവേറ്റീവ് എത്ര വരും, 4 × -5. അപ്പോൾ എന്താണ്, 20x⁴ എന്ന് വരും. ദെൻ 15 × x³ എന്ത് വരും, 45 × x⁴ വരും. ദെൻ ഇവിടെ -26 × x⁴ ആണ്, അപ്പോൾ 2 × 26 -52 x⁴ എന്ത് വരും, 1 വരും. പ്ലസ് എന്താണ്, 11x എന്ന് പറയുമ്പോൾ 11 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അതായത് നമ്മളെന്താണ്, പ്രോഡക്റ്റ് കണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടപ്പോൾ. ഇനി നമുക്ക് എന്താണ്, അടുത്ത മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതും നേരത്തെ കിട്ടിയ ആൻസറും സെയിം ആണ്. ഇനി എന്താണ്, അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ആ മെത്തേഡുകൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വേറെ ഇതുപോലെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്തതിന് പകരം മറ്റുള്ള മെത്തേഡ്സിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ ബൈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, y = നമ്മളെന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷനെ y ആയിട്ട് എടുക്കും. എന്തെന്നായിരുന്നു, x³ മൈനസ് x² - 5x + 8 ആണ്. അടുത്തത് x³ + 7x + 9 ആണ് അല്ലേ. നോക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, log y, അതായത് ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ log ഓഫ് എന്താണ്, ഈ സാധനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ a × b ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, log a + log b എന്ന് എടുക്കാം. ഞാൻ സ്ഥലമില്ല, വേണ്ട, അടിയിൽ തന്നെ എഴുതാം. log ഓഫ് x² - 5x + 8 പ്ലസ് ലോഗ് എന്താണ്, x³ + 7x + 9 എന്ന് എഴുതാം. ഇനി എന്താണ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, log y എന്ന് പറയുമ്പോൾ 1/y × dy/dx = ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് 1/x² - 5x + 8 × 2x - 5 എന്ന് വരും. പ്ലസ് ഇനി ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/x³ + 7x +
9 ഇൻറ്റു 3x² പ്ലസ് 7 എന്ന് വരും. എന്താണ് ഇത് വായിച്ചു കളയാം. ദെൻ ഇനി നോക്കുമ്പോൾ എന്താണ് ഈ വൈനെ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു നമുക്കെന്താണ് ഇവിടെ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഡിഫറൻ്റ് ആണ്. പക്ഷേ നമുക്കിത് സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ y വെച്ച് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 2x പ്ലസ് മീൻസ് 2x മൈനസ് 5 ഇൻറ്റു x³ പ്ലസ് 7x പ്ലസ് 9 പ്ലസ് 3x² പ്ലസ് 7 ഇൻറ്റു x² മൈനസ് 5x പ്ലസ് 8 all divided by x² minus 5x plus 8 into x³ plus 7x plus 9. അപ്പോൾ ഇതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയും ഈ y-നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് റൂൾ ചെയ്ത പോലെ ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടുക നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യേണ്ടത് ഇനി. അതായത് dy/dx = ഈ 2x മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്, അത് ഈ ഇപ്പുറത്ത് കിടക്കുന്ന ആളുടെ എന്തുകൊണ്ടാണ് ഡെറിവേറ്റീവാണ്. dy/dx = ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2x⁴ പ്ലസ് എത്രയാണ് 14x പ്ലസ് ഇതാരാ 7x പ്ലസ് പിന്നെ എത്ര 9 അല്ലേ. അപ്പോൾ എത്ര 18x അല്ലേ. ഇവിടെ 14x² വരും. പിന്നെ മൈനസ് എത്രയാണ് 5x³ മൈനസ് 12x മൈനസ് 45. അപ്പോൾ ഇതിന് വായിച്ചു കളയാം, ഇതിന് ആവശ്യമില്ല. ഇനി എന്താണ് പ്ലസ് ഇവിടെ ആരാ ഉള്ളത് 3x² ഇൻറ്റു ഇവിടുത്തെ ഒരു x², അതായത് ഈ x² 3x². അപ്പോൾ എന്ത് വരും 3x⁴ വരും പ്ലസ് 3x² പിന്നെ അപ്പുറത്ത് ആരാണുള്ളത് ഒരു മൈനസ് 5x ആണുള്ളത്. അപ്പോൾ എത്ര വരിക 15, അതായത് മൈനസ് 15x⁴ ആണുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണുള്ളത് ആ 3x² അപ്പുറത്താര 8 ആണുള്ളത്. അപ്പോൾ എത്ര വരിക പ്ലസ് 24x² ഉണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണുള്ളത് 7x² ഉണ്ട്, പിന്നെ മൈനസ് 35x ഉണ്ട്, പ്ലസ് 56 ഉണ്ട്. അപ്പോൾ ആകെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ രണ്ടും കൂടി 5x⁴ ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്താളെ. പിന്നെ ക്യൂബിൻ്റെ ടേംസ് രണ്ടാൾ കിടക്കുന്നുണ്ട്. മൈനസ് 20x³ ഉണ്ട്. അപ്പോൾ അതും പോവും ഇതും പോവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാണുള്ളത് ഇനിയുള്ളത് 14x² ഉണ്ട്, ഇവിടെ ഒരു 7x² ഉണ്ട്, ഇവിടെ ഒരു 24x² ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര വരിക 14 7 21 24 45 വരും. അപ്പോൾ 45x² വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണുള്ളത് ഇവിടെ ഒരു 18, ഇവിടെ ഒരു മൈനസ് 12x കിടക്കുന്നുണ്ട്. അപ്പോൾ എത്ര വരിക മൈനസ് 6x എന്ന് വരും. അപ്പോൾ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ട്. നമുക്ക് എത്ര വേണ്ടത് 52x അല്ലേ. അപ്പോൾ ഈ 18x എങ്ങനെ വന്ന് നോക്കാം. 18x എങ്ങനെ വന്നിട്ടുണ്ടാവുക ഈ മൈനസ് 45ഉം 56ഉം കൂടി ആകുമ്പോൾ എന്താ എത്ര വരും നമുക്ക് 11 എന്നുള്ളത് കിട്ടും. ഇവിടെ എക്സിൻ്റെ മാത്രം ഒന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 2x മൈനസ് 5 ഇൻറ്റു x³ പ്ലസ് 7x പ്ലസ് 9 എന്നും പിന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഉള്ള ടേംസ് ഏതൊക്കെ വരിക. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ x⁴ ആണ് വരിക, ഇതിവിടെ ചെയ്ത് കഴിഞ്ഞാൽ x⁴ ആണ് വരിക, ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക 18x ആണ് വരിക. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു
ഈ 5 കൊണ്ട് ചെയ്ത ക്യൂബിൻ്റെ ടേം ഒരു ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ -35x എന്ന് വരും. പിന്നെ 5 കൊണ്ട് ചെയ്താൽ -45 ആണ് വരും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്തതിൽ നോക്കുമ്പോൾ അടുത്തെന്താണ് 3x² + 7 × x² + 5x + 8. അത് 5x അല്ല, അത് -5x ആണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് വരിക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈമാണ് വരിക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ് വരും. ഇത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സ്ക്വയർ വരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -35x വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 56 ആണ് വരിക. അപ്പോൾ അത് വേണ്ട, കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്താണ് ഇവിടെ -70x ഉണ്ട്, ഇവിടെ 18x ഉണ്ട്. അപ്പോൾ 18 - 70 52 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് -52 ആണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക 52x. അപ്പോൾ എന്താണ് നമുക്ക് 3 രീതിയിൽ ചെയ്തു. 3ൻ്റെ ആൻസർ നമുക്ക് സെയിം ആണ് കിട്ടിയിട്ടുള്ളത്. സെയിം ആവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആവും. അപ്പോൾ ഇതുകൊണ്ടെന്നാണ് നമുക്ക് ഇങ്ങനെ പോളിനോമിയൽസ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് സിംഗിൾ പോളിനോമിയൽ ആക്കിയിട്ട് സിമ്പിളായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യാം. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് റൂൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് വരുന്നത്. അടുത്തത്, ഇഫ് u, v and w are functions of x, then show that d/dx of u dot v dot w is equal to du/dx into v dot w plus u into dv/dx into w plus u into v into dw/dx in two ways. First, by repeated application of product rule. Second, by logarithmic differentiation. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ 3 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. u, v, w എന്ന് പറയുന്ന 3 ഫങ്ഷൻസ്, എക്സിൻ്റെ ഫങ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഇതെന്താണ്, ഇതിൻ്റെ പ്രൊഡക്റ്റുകളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് യു ആൻഡ് w പ്ലസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഇൻറ്റു w, അതായത് പ്രോഡക്റ്റ് ഓഫ് യു ആൻഡ് w ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി, ദെൻ u ഇൻറ്റു വി ഇൻറ്റു ദ പ്രോഡക്റ്റ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് w. അങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് റൂൾ, അതായത് പ്രോഡക്റ്റ് റൂളിൻ്റെ 3 ഉണ്ടല്ലോ. അപ്പോൾ പ്രോഡക്റ്റ് റൂളിൻ്റെ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ എങ്ങനെയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ടും ഇതിങ്ങനെയാണെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേഷൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. തന്നിട്ടുണ്ട് യു വി ആൻഡ് w ഒക്കെ എന്താണ് എക്സിലുള്ള 3 ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ യു വി ഡോട്ട് w ഇതിങ്ങനെ എടുത്തു. ഞാൻ ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതൊരൊറ്റ ഫംഗ്ഷനായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് യു വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ dw/dx പ്ലസ് എന്താണ് w ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആരാണ് യു വി എന്നെഴുതി നിർത്തി. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, കാരണം യു വി എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ w ഇൻറ്റു ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രാവശ്യം കൂടി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് w ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, യു ഇൻറ്റു dv/dx പ്ലസ് വി ഇൻറ്റു du/dx എന്ന് വരും. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കിതിനൊന്ന് വൃത്തിക്ക് എഴുതിയാൽ യു വി ഇൻറ്റു dw/dx പ്ലസ് ഇവിടെ എന്താണ് ഈ സാധനത്തിനെ പുറത്തെടുത്താൽ w ഇൻറ്റു യു ഇൻറ്റു dv/dx പ്ലസ് ഇതിപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ മാറ്റി കളഞ്ഞിട്ട് എന്താണ് w ഇൻറ്റു വി ഇൻറ്റു du/dx എന്നെഴുതി. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് യു ഇൻറ്റു വി ഇൻറ്റു dw/dx പ്ലസ് w ഇൻറ്റു യു ഇൻറ്റു dv/dx പ്ലസ് w ഇൻറ്റു വി ഇൻറ്റു du/dx എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളോട് അവർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കെന്താണ് സെക്കൻഡ് ബൈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ കാണിക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഞാൻ എന്താണ് യു വി ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൈ എന്നെടുത്തു. ദെൻ ലോഗരിതം രണ്ട് സൈഡിൽ കൊടുക്കുക, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് അല്ലെങ്കിൽ ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും, ലോഗ് യു വി ഡബ്ല്യു എന്നെഴുതി. ഇതിനെന്താണ് അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാം. ലോഗ് യു വി ആദ്യം എഴുതി പ്ലസ് ലോഗ് ഡബ്ല്യു എന്നെഴുതി. ഒന്നും കൂടി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈസ് ഈക്വൽ ടു ലോഗ് വി, അതായത് ലോഗ് യു പ്ലസ് ലോഗ് വി പ്ലസ് ലോഗ് ഡബ്ല്യു എന്നെഴുതി. ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് യു പ്ലസ് ലോഗ് വി പ്ലസ് ലോഗ് ഡബ്ല്യു എന്നാണ്. സോ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, അതായത് dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് ഈ സാധനമാണ് യു ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു ആണ്. വേണമെങ്കിൽ അത് അവിടെ എഴുതി കൊടുക്കുക, ഇപ്പോൾ തന്നെ എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റ് എഴുതിയാൽ മതി. ഇനി നോക്കുമ്പോൾ എന്താണ്, ലോഗ് യു 1/u ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഡി യു ബൈ ഡി എക്സ് ആണ്. പ്ലസ് അടുത്തത് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ആരാണുള്ളത്, 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. പ്ലസ് അടുത്തത് ആരാണ്, 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈ ഇങ്ങോട്ട് എടുക്കണം. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് ഇങ്ങനെയാണ്, 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് പ്ലസ് 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്നാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്താണ്, ഇതിനെ ഞാൻ എന്താണ് ഇങ്ങനെ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വിയും ഡബ്ല്യു കൊണ്ട് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വൈനെ ഇങ്ങോട്ട് എടുക്കുകയാണ്, വൈനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുക, അതാണ് കുറച്ചും കൂടി നന്നാവുക. അതായത് ഞാൻ ഡി വൈ ബൈ ഡി എക്സിന് പകരം ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഡബ്ല്യു എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എന്താണ്, ഡി യു ബൈ ഡി എക്സ് 1/u പ്ലസ് 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്ന് എഴുതി. എന്നിട്ട് നോക്കുമ്പോൾ എന്താണ്, ഈ വൈ എന്ന് പറയുന്ന ആരാണ്, യു വി ഡബ്ല്യു ആണ്, ഇൻറ്റു 1/v ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതും. വരുമ്പോൾ എന്ത് വരും, ഇതിൽ 1/u ഉണ്ടല്ലോ, അത് ഇതിൽ നിന്ന് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ഫസ്റ്റ് ടൈമിനെ യു വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതാം. പ്ലസ് അടുത്ത ടേം നോക്കുമ്പോൾ ഇവിടെ വൈ മൾട്ടിപ്പിൾ, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു ടേം ക്യാൻസലായി പോയിട്ടാണ്. ഇനി ഇതിനെ നോക്കുമ്പോൾ 1/v ഇൻറ്റു ആരാണ്, യു വി ഡബ്ല്യു ചെയ്യുമ്പോൾ എന്ത് വരും, നമ്മുടെ വിയും ക്യാൻസലായി പോകും. അപ്പോൾ എന്ത് വരും, യു ഡബ്ല്യു ഇൻറ്റു ഡി യു ബൈ മീൻസ് ഡി വി ബൈ ഡി എക്സ് എന്ന് വരും. എഗെയിൻ ഈ ഒരു ടേമും ക്യാൻസലായി പോയി, യു വി ഡബ്ല്യു. അപ്പോൾ വൈ ആണ്, വൈ ഇൻറ്റു ഈ സാധനം കൂടി ചെയ്യണം. അപ്പോൾ എന്ത് വരും, ഇതിനകത്ത് ഡബ്ല്യു ഉണ്ട്, ഡബ്ല്യു ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് വരും, പ്ലസ് യു ഇൻറ്റു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്ന് വരും. നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, ഡെറിവേറ്റീവ് ഓഫ് യു ഡോട്ട് വി ഡോട്ട് ഡബ്ല്യു ഈസ് ഈക്വൽ ടു യു വി ഡോട്ട് ഡബ്ല്യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് പ്ലസ് യു ഡബ്ല്യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളോട് അവർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി എക്സസൈസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.